ഇന്ന് ചീമച്ചക്ക തീയൽ വെക്കാം. ചീമച്ചക്കയെന്നും പറയും, ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കടച്ചക്ക എന്നും പറയും കേട്ടോ. അപ്പം ഞങ്ങൾ ഹരിപ്പാട്ടുകാരാണ്, ഞങ്ങളിവിടെ ചീമച്ചക്ക എന്നാണ് പറയുന്നത്. അപ്പം അത് നന്നായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീമച്ചക്ക ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് മറ്റൊരു പാനിൽ തീയലിനാവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. ചീമച്ചക്കയും കൊച്ചുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങയിലേക്ക് ഒരു നുള്ള് പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചീമച്ചക്ക തീയൽ വെക്കുന്നതിന് ശകലം പെരുംജീരകം ചേർത്ത് തേങ്ങ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂണ്, 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാൻ ഈ തീയലിന് തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരം പുളി പിഴിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന ചീമച്ചക്കയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കടുക് താളിക്കുന്നത്, കടുക് പൊട്ടിച്ചിടുന്നതാണെങ്കിലും ഞാൻ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ടാണ് ഈ ചീമച്ചക്കയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തത്. ഒരുപാട് എണ്ണ ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കടുക് താളിച്ചൊഴിക്കാം, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇതിപ്പം എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നല്ല രുചികരമായ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക തീയൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. തക്കാളി ചേർത്തില്ല എന്ന് വിചാരിച്ച് ടേസ്റ്റിന് ഒട്ടും കുറവ് വരത്തില്ല. എല്ലാവരും ട്രൈ ചെയ്യണം.